സുഹൃത്തുക്കളെ, ഇന്ന് നാം സംസാരിക്കുന്നത് ഭഗത് സിംഗിനെ കുറിച്ചാണ്. മാർച്ച് 21 നാം ഭഗത് സിംഗിനെ അനുസ്മരിക്കുന്നു. ഭഗത് സിംഗ് ഇന്ന് നമ്മുടെ ഓർമ്മയിൽ നിന്ന് അപ്രത്യക്ഷനായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ അർത്ഥവത്തായ രീതിയിൽ മറച്ചു വച്ചിരിക്കുന്നു. അദ്ദേഹം ഇന്നും പോസ്റ്ററുകളിലുണ്ട്, ടീഷർട്ടുകളിലുണ്ട്. മാർച്ച് 23-നും സെപ്റ്റംബർ 28-നും മുദ്രാവാക്യങ്ങളിലുണ്ട്. പക്ഷേ ഒരു വലിയ ചോദ്യം, അദ്ദേഹം നമ്മുടെ ചിന്തകളിലുണ്ടോ? എന്തുകൊണ്ട് ഭഗത് സിംഗ് ഓർമ്മ മാത്രമായി മാറി? ഇത് ഒരു അപകടം കൊണ്ടല്ല സംഭവിച്ചത്. ഇതൊരു സംവിധാനപരമായ മാറ്റമാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ രണ്ട് പ്രധാന രാഷ്ട്രീയ പാരമ്പര്യങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഷ്ട്രീയ സ്വയം സേവക് സംഘും ഭഗത് സിംഗിനെ സുരക്ഷിതമായ ഒരു രൂപത്തിലേക്ക് മാറ്റി. അദ്ദേഹത്തെ ഒരു ധൈര്യശാലിയായ യുവാവ്, ദേശഭക്തൻ, ബലി നൽകിയ വീരൻ എന്ന രീതിയിൽ മാത്രം അവതരിപ്പിച്ചു. ഇത് എളുപ്പത്തിൽ സ്വീകരിക്കാവുന്ന ഒരു ചിത്രമാണ്. ഇത് നമ്മിൽ നിന്നും ഒന്നും ആവശ്യപ്പെടുന്നില്ല, വെറും ആരാധന മാത്രം. പക്ഷേ യഥാർത്ഥ ഭഗത് സിംഗ് അങ്ങനെ സുരക്ഷിതനായ ഒരാളല്ലായിരുന്നു. യഥാർത്ഥ ഭഗത് സിംഗ് എന്താണ് പറഞ്ഞത്? അദ്ദേഹം വെറും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയില്ല. അദ്ദേഹം മുഴുവൻ ചൂഷണ സംവിധാനത്തിനെതിരെയാണ് പോരാടിയത്. അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ബ്രിട്ടീഷ് ഭരണകൂടം വെറും വിദേശ ശക്തി മാത്രമല്ല, അത് ഒരു ഇമ്പീരിയലിസ്റ്റ് സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥയായിരുന്നു. അദ്ദേഹം മുന്നറിയിപ്പ് നൽകി, ഗോറെ സാഹിബിനെ മാറ്റി ബൂരെ സാഹിബ് വന്നാലും ചൂഷണം തുടരാം. ഇത് ഇന്നത്തെ ഇന്ത്യയെ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ വിപ്ലവം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഇൻക്വിലാബ് 3 കാര്യങ്ങളിലായിരുന്നു: രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമ്പത്തിക സമത്വം, സാമൂഹ്യനീതി. അദ്ദേഹം ചോദിച്ചു, സ്വാതന്ത്ര്യം കിട്ടിയാൽ കർഷകൻ്റെ കടം തീരുന്നുണ്ടോ? തൊഴിലാളിയുടെ ജീവിതം മെച്ചപ്പെടുന്നുണ്ടോ? ദാരിദ്ര്യം ഇല്ലാതാകുന്നുണ്ടോ? ഇവയ്ക്ക് ഇല്ല എന്നതാണ് ഉത്തരമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല. എന്തുകൊണ്ട് ഇന്നത്തെ അധികാര കേന്ദ്രങ്ങൾ ഭഗത് സിംഗിനെ ഭയപ്പെടുന്നു? കാരണം അദ്ദേഹം പറഞ്ഞത് വളരെ അപകടകരമായ സത്യങ്ങളാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ എതിർക്കുന്നതിനെ തകർക്കണം. മതവും ജാതിയും മനുഷ്യരെ വിഭജിക്കുന്നു. സമ്പത്ത് കുറച്ച് ആളുകളുടെ കയ്യിൽ കേന്ദ്രീകരിക്കുന്നു. യഥാർത്ഥ പ്രശ്നം ക്ലാസ് ചൂഷണമാണ്. അദ്ദേഹം കാറൽ മാർക്സ്, ലെനിൻ എന്നിവരിൽ നിന്ന് പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്കായിരുന്നു നീങ്ങിയത്. ഇത് ഇന്നത്തെ അധികാര കേന്ദ്രങ്ങൾക്ക് അസൗകര്യകരമാണ്. ഗാന്ധിയുമായുള്ള ഭിന്നത എന്തായിരുന്നു? മഹാത്മാഗാന്ധിയുമായുള്ള ഭിന്നതയെ പലരും ഹിംസ അഹിംസ എന്ന രീതിയിൽ ലളിതമാക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അത് കൂടുതൽ ആഴമുള്ളതാണ്. ഭഗത് സിംഗ് ചോദിച്ചത്, ജനങ്ങളുടെ പ്രക്ഷോഭം എവിടേക്കാണ് പോകുന്നത്? അതിൽ യഥാർത്ഥ സാമൂഹിക മാറ്റമുണ്ടോ, അല്ലെങ്കിൽ ഒരു ചെറിയ എലീറ്റ് ഗ്രൂപ്പിൻ്റെ താല്പര്യത്തിനായാണോ? അദ്ദേഹം വിശ്വസിച്ചത് രാഷ്ട്രീയ അധികാരം മാത്രം പോരാ, സാമൂഹിക മാറ്റവും വേണം. എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മറക്കപ്പെടുന്നു? കാരണം അവ നമ്മെ അസ്വസ്ഥരാക്കുന്നു. അദ്ദേഹത്തെ ശരിയായി വായിച്ചാൽ നമുക്ക് ചോദിക്കേണ്ടി വരും, അസമത്വം എന്തുകൊണ്ട് തുടരുന്നു? ദാരിദ്ര്യം എന്തുകൊണ്ട് അവസാനിക്കുന്നില്ല? സ്വാതന്ത്ര്യം ആരുടെ കൈകളിലാണ്? ഈ ചോദ്യങ്ങൾ അധികാര കേന്ദ്രങ്ങളെ ചോദ്യം ചെയ്യുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ചിന്തകനായല്ല, ചിഹ്നമായി മാത്രം നിലനിർത്തുന്നു. യഥാർത്ഥ ഭഗത് സിംഗിനെ തിരിച്ചു പിടിക്കാം. ഭഗത് സിംഗിനെ ആദരിക്കുന്നത് എന്തിനാണ്? പോസ്റ്റർ വയ്ക്കുന്നതല്ല, മുദ്രാവാക്യം വിളിക്കുന്നു മാത്രമല്ല. അദ്ദേഹത്തെ വായിക്കുക, അദ്ദേഹത്തെ മനസ്സിലാക്കുക, അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ നമ്മുടേതാക്കുക. അദ്ദേഹം പറഞ്ഞു, വിപ്ലവത്തിൻ്റെ വാൾ ആശയങ്ങളുടെ കല്ലിൽ മിനുക്കപ്പെടുന്നു. അതായത് വിപ്ലവം ചിന്തയിൽ തുടങ്ങുന്നു. ഭഗത് സിംഗ് നമ്മിൽ നിന്നും അപ്രത്യക്ഷനായിട്ടില്ല. അദ്ദേഹത്തെ അപ്രസക്തനാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നാം അദ്ദേഹത്തെ വീണ്ടും വായിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ജീവിക്കും. ഇൻക്വിലാബ് സിന്ദാബാദ് എന്നത് ഒരു മുദ്രാവാക്യം മാത്രമല്ല, ഒരു ചിന്തയുടെ വിളിയാണത്.